ഇന്ന് എന്റെ വാരിയല് വാങ്ങാൻ പറഞ്ഞ എന്തിന്? ഇന്ന് നമുക്കൊരു വിരുന്നുകാരുണ്ട്. അതാര്? സൂരജ്. രസമുണ്ടല്ലേ കളർ പറഞ്ഞാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്താ നല്ല കുക്കായിട്ടുണ്ട്. കൊള്ളാം, അടിപൊളി. ഇപ്പോഴാണ് ഇത്തിരി മെന വന്നത്. നല്ല ഭംഗിയുണ്ട് കാണാം. അപ്പൊ ഇത്രയും നാളും എനിക്ക് മെനയില്ലേ? എന്തായിരുന്നു അടുക്കളക്കാരി ചേച്ചി പോലെ ഇരുന്നു. ഇപ്പൊ കുറച്ച് കൊള്ളാം. എത്തി അല്ലേ പെണ്ണെ? നീ ഇന്ന് എന്റെ വാരിയല് വാങ്ങാൻ പറഞ്ഞ എന്തിന്? ഇന്ന് നമുക്കൊരു വിരുന്നുകാരുണ്ട്. അതാര്? സൂരജ്. അതുകൊണ്ട് അത് തന്നെ വേണമെന്ന് പറഞ്ഞു. സൂരജ് വരുമ്പോ അതുകൊണ്ടാണ് ഇന്ന് രണ്ടുപേരും വലിയ സുന്ദരിമാരായിരിക്കണത് അല്ലേ? അല്ലെങ്കിൽ എന്താ നമ്മളെ സുന്ദരിയല്ലേ? അയ്യോ പിന്നെ ഭയങ്കര സുന്ദരം തന്നെ. തന്നെ അങ്ങ് പുകഴ്ത്ത. ഞാൻ പറയും സുന്ദരിയാണോ അല്ലേ? അപ്പൊ ഇതങ്ങോട്ട് നോക്കി. പിന്നെ നിന്റെ അടുത്ത് ആര് പറഞ്ഞു ഈ മുടി മുറിക്കാൻ? 2 ദിവസം ഞാൻ ഇവിടുന്ന് മാറി നിന്ന്. അപ്പോഴും നിനക്കൊക്കെ നിന്റെയൊക്കെ തോന്നിയാസം അല്ലേ? ആദ്യം അനിയത്തിക്ക് ചന്തിക്ക് താഴെ വരെ ഉണ്ടായിരുന്നു മുടി. അതിനെ ചേട്ടത്തിയായിട്ട് മുറിച്ചു. ഇപ്പൊ ചേട്ടത്തിക്ക് ആര് അനിയത്തിയാ മുറിച്ചു കൊടുത്തത്? പിന്നെ സ്വന്തമായിട്ട് മുറിച്ച്. ഇവിടെ പെൺപിള്ളേർക്ക് മുടിയാണ് ഒരു അനുഗ്രഹം എന്ന് പറയണത്, ഒരു ഐശ്വര്യവും സൗന്ദര്യവും ഒക്കെ. നിനക്കൊക്കെ ഇത് വല്ലതും അറിയാമോ? അമ്മയുടെ പറച്ചില് കേട്ടതൊന്നും എനിക്ക് കാർക്കൂന്തൽ ഇങ്ങനെ നീണ്ടു കിടക്കണായിരുന്നു. ഉള്ള കാർക്കൂന്തൽ മതിയായിരുന്നല്ല? ഉള്ളത് ഊശാന്താടി പോലെ ചൂല് പോലെ ഇങ്ങനെ കിടക്കണായിരുന്നില്ലേ? അമ്മ ആദ്യം വന്നപ്പോ സുന്ദരിയായിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ? ഞാൻ വന്നപ്പോ കണ്ടത് ഈ തിരുമോന്തയല്ലേ? അതന്നെ പറഞ്ഞത്. അപ്പൊ സുന്ദരിയായിരുന്നു. പിന്നെ നിന്റെയൊക്കെ ഈ മുടി മുറിപ്പ് കണ്ട് എനിക്ക് സുന്ദരി എന്ന് പറയാൻ പറ്റുമോ? നീയല്ലേ മാളു കുറച്ചു മുന്നേ പറഞ്ഞു ഇപ്പൊ സുന്ദരിയായില്ലേ? പറഞ്ഞ സുന്ദരിയായില്ല. അത് ഞാനല്ലോ. ഇപ്പൊ കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ കുറച്ച് യങ്ങായി. നീ പറഞ്ഞതനുസരിച്ച് അത് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. നിങ്ങളായി നിങ്ങളെ പാടായി. ഞാൻ ഇന്നത്തെ ദിവസം ഒരു വക ചെയ്യൂല. വേണങ്ങളില്ല അമ്മായി, ഞാൻ പോവേണ്. നമ്മളെങ്ങാട്ടി സുന്ദരി അമ്മായി തന്നെ പോവല്ലേ? ഇനിയിപ്പൊ അമ്മായിനോട് പറയാൻ പറ്റില്ല. വെളുത്തുള്ളി നിറയെ വേണം. അപ്പൊ എന്റെ മോള് പോയി വെളുത്തുള്ളി റെഡിയാക്കിക്കോ. പറഞ്ഞതുപോലെ തന്നെ പാവം മേടിച്ചോണ്ട് വന്നിട്ടാ മുറിച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നെയ്ച്ചി പോകാം. തീ കത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. തീ കത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പുക എന്താന്ന് ഒരു പിടുത്തോലി. അയ്യോ ഞാൻ പ്രതിക്കാം. അമ്മായി ചാട കാണിച്ചിരിക്കുക തന്നെ അല്ലേ? ഓ തന്നെ തന്നെ. ഈ അവിടുത്തെ പണി എപ്പ തീരും? ഒരു പിടുത്തം ഇല്ല എന്റെ മാളു. ഒരു സ്വൈര്യം ഇല്ല എന്നുള്ളതാ ചെവിക്ക്. കയ്യോടെ ഇഞ്ചി കൂടി ഇട്ടേക്കാല്ലേ? ഇടട്ടെ? ഇഞ്ചി കുറച്ച് മതി. ഇഞ്ചി അധികം വേണ്ട. വെളുത്തുള്ളിക്കറി ആയി പോവോ? എന്ത് വെളുത്തുള്ളിക്കറി ആയി പോവോ? മുടി തുടങ്ങിയ ശേഷം ആട്ടക്കം തന്നെ.
എന്റെ പൊന്നെ, ഞാനത് ഓർത്തിട്ട് പോലുമില്ല. ഞാനതല്ല, വെളുത്തുള്ളി അല്ല അല്ല, അത് പിന്നെ സുന്ദരിയാന്ന് പറയുമ്പോ പിന്നെ ബ്ലഷ് ആവത്തില്ലേ, അതല്ല. ഇതിപ്പോ പറഞ്ഞത് ഞാൻ ഇന്ന് നോക്കി പേടിപ്പിച്ചെന്തിനാന്നറിയോ? നീ അമ്മായിക്ക് പഠിക്കണ പോലെ ഉണ്ട്. അമ്മായി ഇങ്ങനെയാണല്ലോ, നമ്മളെന്തെങ്കിലും ഒന്ന് കൂടുതലിട്ടാ ഇന്ന കറി ആയി പോവോ എന്ന് ചോദിക്കത്തില്ല. ഇപ്പോഴും വഴക്കിട്ടിരിപ്പാണോ അവിടെ? പാവം. എപ്പ തരും? എന്തൊരൊച്ച, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നമുക്കേ കുറച്ച് കാന്താരി ഇടാം. എന്നിട്ട് എരിവില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ചുകൂടെ കാന്താരി ഇടാം. അമ്മ ഇല്ലാത്തോണ്ട് ചേച്ചിക്ക് ഇത് ഇപ്പൊ പറയാൻ പറ്റി. അതെ അല്ലേ, എപ്പോഴും ഞാൻ ഇപ്പൊ ഈയിടെ ആയിട്ട് അമ്മായിക്ക് വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കണേ, ഇന്ന് സൂരജിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണേ. അപ്പൊ അതിൻ്റെതായ ഫ്ലേവറിനനുസരിച്ച് അല്ലേ പക്ഷെ ഇങ്ങനെ എടുക്കുമ്പോ പേടിച്ചു. എന്തത്? ഓക്കെ, ഇതെന്തിനാ? ഇത് നമ്മൾ ഇത് അരയ്ക്കും. നമ്മൾ തണുത്തതിന് ശേഷം, തണുക്കാണ്ട് എന്തായാലും അരയ്ക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ഏറ്റവും ലാസ്റ്റും തൈര് ഒഴിച്ച് മിക്സ് ചെയ്യും. ഇത് പേസ്റ്റ് ആയിട്ട് ശേഷം അതിൽ ഒഴിക്കും. ആ, തൈര് ഒഴിക്കും. ഇതിൽ കിടന്നാണ് നമ്മുടെ റിബ് ആവണത്. കറിയാണോ? പെരട്ട് പോലൊരു കറി. ഓക്കെ, പായില്ലേ മാളു? ഓൾ സെറ്റ്. ഞാൻ ഉരുളിയെടുത്ത് ഇവിടെ വെച്ചോ. എന്ത് ചെയ്യാൻ പോവാ? ഇത് വാരിക്കൊരണം, വാരിക്കൊരി തണുക്കാൻ വെക്കണം, എന്നല്ലേ നമുക്ക് അരയ്ക്കാൻ പറ്റുള്ളൂ. അതിലോട്ടിടുവോ? ഇല്ല, ഇന്നത്തേക്കിടും. അപ്പൊ ഇന്നത്തേക്ക് എന്തിടും? ഇതിനകത്തേക്ക് ഇതാ ചൂടാവുമ്പോഴേക്കും നമ്മൾ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിച്ചു വരുമ്പോഴേക്കും ഇതൊട്ട് തണുക്കുകയും ചെയ്യും, അതൊട്ട് ചൂടാവുകയും ചെയ്യും. മനസ്സിലായോ? ബുദ്ധി വേണം, ബുദ്ധി. ഓ ഓ ശരി തമ്പ്ര. നീ ഒരു കാര്യം ചെയ്യോ, സ്നാക്സ് എടുത്തുണ്ടോ? ഓക്കെ, അമ്മായിനെ വിളിച്ചോ കേട്ടാ. ഓ വിളിക്കാം. ഇത് നോക്ക്, ഞാനിത് 3-4 വട്ടം കഴുകിയ സാധനമാണേ, പക്ഷെ എന്നിട്ടും ഇത് പോകുന്നില്ല കേട്ടാ. കേട്ടോ, കഴിക്കമ്മായി. ഞാൻ കഴിച്ചോളാം. തീർന്നില്ലേ? ഇത്ര നേരം റെസ്റ്റ് ആയിരുന്നല്ലോ, ഞങ്ങൾ ഒരു ശല്യവും ചെയ്യാൻ വന്നിട്ടില്ല. അതുകൊണ്ട് അപ്പൊ ഞാൻ വെച്ച് ഇനി സമാധാനപരമായി ഇരുന്ന് ആ ദേഷ്യമൊക്കെ അങ്ങ് പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. തീർന്നില്ലേ? ഒരു കാര്യം ചെയ്യും, അമ്മായി എൻ്റെ രാജകുമാരിയാണ്. ആ രാജകുമാരിക്ക് ഞാൻ ഇങ്ങനെ വായിൽ വെച്ചു ആ ആ ആ ആ ഇവിടെ കഴിയാ അങ്ങോട്ട്. ആ ആ കണ്ടാ, ഞാൻ രാജാവ്, അമ്മായി രാജകുമാരി. അപ്പൊ ഞാൻ മന്ത്രി, നീ തോഴി. തോഴി. എന്നാ രാജകുമാരി കഴിക്ക്. മതി, ഇനി ഞാൻ എടുത്ത് കഴിച്ചോളാം. എന്നാ തോഴി കഴിക്ക്. പൊട്ടിച്ച് നശിപ്പിച്ചെടുക്കോ നീ. ഇനി ഞാനാരാ, രാജാവല്ലേ? ആ, എവിടത്തെ രാജാവ്? നമ്മളെ വീട്ടിലാണ്. പുളിപ്പുണ്ട്, നല്ല പുളി. നമ്മുടെ വീട്ടിലെ രാജാവ്. ആ, അങ്ങനെ. പുളിയുണ്ട്. അപ്പൊ നമ്മൾ തമ്മിൽ സെറ്റാട്ടോ. സെറ്റ് മസ സെറ്റ് മസ. പുളിപ്പല്ലേ? നല്ല പുളിപ്പുണ്ട്. ഞാനേ അമ്മായി, എനിക്ക് മുന്തിരിങ്ങ അധികം മേടിക്കുന്ന ഇഷ്ടമല്ല. കാരണം അറിയോ, ഈ മുന്തിരിങ്ങെല്ലാം അടിക്കുന്ന എന്താണ് കീടനാശിനി, അത് വിഷമെന്ന് എല്ലാവരും പറയണതുകൊണ്ട് എനിക്ക് അധികം ഇഷ്ടമല്ല. ആണ്ടിലും കുലത്തിലല്ലേ മേടിക്കാറല്ലോ, അമ്മയും ശ്രദ്ധിച്ചിട്ടില്ലേ? പക്ഷേ ഈ മുന്തിരിങ്ങ തന്നെയല്ലേ ഉണക്ക മുന്തിരിയായിട്ട് വന്നത്. അത് തിന്നുന്നതിന് ആർക്കും ഒരു കുഴപ്പമില്ല.
ചേച്ചി തിന്നുണ്ടല്ലോ. ചേച്ചി തിന്നുണ്ടല്ലോന്ന്. അതല്ല ഞാൻ പറഞ്ഞത്. ഈ മുന്തിരിനെ എല്ലാരും കുറ്റം പറയും. മേ ബി സൺലൈറ്റിൽ ഇരിക്കുമ്പോ കീടനാശിനി പോവെങ്കിലോ? അതിന് സൺലൈറ്റിലാണ് അവർ ഉണക്കണെന്ന് നമുക്കറിയോ? കറണ്ടില്ലായിരിക്കും. ആ, ഒരു വല്ല മെഷീനിലൊക്കെ ആയിരിക്കും. അപ്പൊ ഞാൻ ടെമ്പറേച്ചർ കൊടുക്കുമ്പോ പോവായിരിക്കും. എന്തായാലും മെഴുങ്ങണുണ്ടല്ലോ. എല്ലാം വിഷം തന്നെ. എല്ലാം വിഷാ. അതാ ഞാൻ അറിയിക്കണേ. എല്ലാരും കുറ്റം പറയുമ്പോ ഈ മുന്തിരിനെ കുറ്റം പറയും. കഴിക്കുമ്പോ മറ്റേ മുന്തിരി നല്ലതായിട്ട് കഴിക്കുകയും ചെയ്യും. ഈ മുന്തിരി കഴിക്കുന്നതിനേക്കാളും ഇപ്പൊ പുളിയുള്ള കാരണം നമ്മൾ കൂടുതൽ പോയ ഒരു 10-15 കഴിക്കുള്ളൂ. മറ്റേ മുന്തിരി നമ്മൾ ഒരു പിടിയെടുത്തല്ലേ തിന്നുന്നേ. അല്ല, അതിലവര് മധുരമൊക്കെ ചേർക്കും. അത് ചിലപ്പോ അറിയില്ല കേട്ടോ, മധുരം ചേർക്കൂലെന്ന് അറിയില്ല. അതെന്ന് പറഞ്ഞാൽ ഉണക്ക വെറുതെ എടുത്ത് തിന്നും. അല്ല, ഇതില് 2-3 സൈസ് ഉണ്ടല്ലോ. ശരിക്കും അതൊന്ന് കഴുകി നോക്കിയേ. വേറെ ഒരു ഇതില്ലേ, ആ മുന്തിരിയാണ് ഉണക്കണത്. അതൊന്ന് കഴുകി നോക്കിയേ. എന്തഴുക്കാന്നറിയോ? കഴുകിട്ടേ കഴിക്കാവൂ അത്. ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോ ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോ അവര് ഉദ്ഘാടനം എന്തെങ്കിലും ആവട്ടെ, ഇനോഗ്രേഷൻ അതിന് പോകുമ്പോ അവര് കൽക്കണ്ടവും ഈ കറുത്ത മുന്തിരിയും ഒക്കെ കിട്ടി തരൂലേ എല്ലാരും ഒക്കെ. അപ്പൊ ഞാൻ മനസ്സിലായി ഇതിന്റെ അമ്മോ. ആക്കുള്ളിൽ ചേച്ചിയും കഴിക്കും. ഞാനൊരു ഫോർമാലിറ്റിക്ക് മാത്രം എടുത്ത് ഇങ്ങനെ കൽക്കണ്ടം കഴിക്കും. അതാണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം. രാവിലെ സൗന്ദര്യം ഇല്ലാന്ന് പറഞ്ഞിട്ട് പോയി. അത് എനിക്ക് ദേഷ്യം വരുമ്പോ ഞാൻ പലതും പറയും. അമ്മായിയുടെ ഭാഗം കൊണ്ട് തന്നെ അമ്മായി പറഞ്ഞു. ഞാൻ അങ്ങനെ ഒന്നും ഇട്ട് തന്നിട്ടില്ല. നീ ഇടണേ എന്തിന്? എനിക്ക് തോന്നണത് ഞാൻ പറയും. എന്റെ കാന്താരിയും മറ്റേ വെളുത്തുള്ളിയൊക്കെ തണുത്തിട്ടുണ്ടാവും. ഞാൻ നന്നായിട്ട് അരച്ചിട്ട് വരാം. സാധാരണ അല്ല, നമ്മളും വരണുണ്ട്. സാധാരണ മുന്തിരി കഴിച്ചിട്ട് വാ. മുന്തിരി കഴിച്ചിട്ട് വാ. ഞാൻ തരും പശുവാ. മുല്ല പശുവിനാണോ മുന്തിരിയോ? മുല്ല എന്നല്ലേ പറഞ്ഞ. കഴിക്കും. അത് പോയി എടുത്തിട്ട് വാ. നീ പോയി ഗ്ലാസ് എടുത്തിട്ടോ. മതിയാ, ഇത്ര ഇറച്ചിക്ക് ഇത്ര ഉപ്പ് പോരാ. ഒഴിക്കട്ടാ. ആ, ഓൾറെഡി വഴറ്റിയതാണ്. എന്നാലും ഞാൻ എന്റെ ഒരു സമാധാനത്തിന് ഇത് വേണ്ടേ? എന്തത് അത് വേണം. ഇത് പിടി അവിടെ അവിടെ. അവളെ കഷ്ടപ്പെട്ട് പിന്നെ എന്തിനാ അമ്മായി പറഞ്ഞു കേട്ടാ? അതെ, ഞാൻ എന്തിനാ പറഞ്ഞോട്ടെ. എവള് പോയിട്ട് വന്നത് ഇപ്പോഴല്ലേ. ഇനി ഇത് കഴിയോ ചോദിച്ചോ. രസമുണ്ടല്ലേ, കളർ മാറണാണ്. ഉപ്പുണ്ട്. നോക്ക്, രണ്ടുപേരും നോക്ക്. സൂപ്പർ. എരിവാ? ഓ, എരിവൊക്കെ ഉണ്ട്. എന്നെ നീ ഇന്ന് കൊല്ലുമെന്ന് തോന്നുന്നു. അമ്മായി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചോ. മതി 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 മതി. ഉപ്പുണ്ടോ മാളു? ഉപ്പുണ്ട്. ഇറച്ചിക്കുള്ളതുണ്ട്. ഉറപ്പാണോ? ശകലം കൂടെ വേണ്ടി വരും. അതെ അതെ. എന്ന് പറഞ്ഞ ഉള്ളത് അത്രയും വേറെ ഇടണ്ട. എന്നെ VP ആറ്റല്ലേ? VP ഇല്ലല്ലോ കേറാൻ. അമ്മയ്ക്ക് BP ഉണ്ടോ? കുറച്ച് മുമ്പേ VP അറിയപ്പോഴാണ്. ഞാനൊന്നും പറയാനില്ലേ. ഞാൻ ഈ നാട്ടുകാരിയേ അല്ല. ആണോ? ഇപ്പൊ പറയും, ഞാൻ ലക്ഷദ്വീപിലുള്ളതാ. പിന്നെ ലക്ഷദ്വീപ് പപ്പ അവിടെ ജോലി എടുത്തൊന്നും പറഞ്ഞിട്ട് ഞാൻ നാട്ടുകാരിയാവൂ? ഇത് തന്നെയല്ലേ.
അല്ല എനിക്കൊരു സംശയം. പറഞ്ഞോ, ചോദിച്ചോ. നിനക്ക് ഇങ്ങനെ ഈ ചെറിയ കഷ്ണാക്കിയാൽ നിനക്ക് തിന്നാൻ പറ്റില്ല, ഈ വലിയ മായി എനിക്ക് തിന്നാൻ പറ്റുന്നതിന്റെ അല്ല, പിന്നെ ഈ റിബ് എന്ന് പറയുമ്പോ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. മനസ്സിലായ? നമ്മളിങ്ങനെ അങ്ങനെ ഇപ്പൊ അങ്ങനെ ഇപ്പൊ അമ്മായിനോട് ഞാൻ എന്താ പറഞ്ഞേ, അമ്മായി റിബ് വേണം എന്ന് പറഞ്ഞു. അത് മുറിച്ച് മേടിച്ചോണ്ട് വരണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് മുറിച്ചു തന്നത് ഇങ്ങനെയാണോ? അവരോട് ഞാൻ പോയി പറഞ്ഞിട്ടല്ലല്ലോ അവരിങ്ങനെ മുറിച്ചു തന്നത്. നീ പറഞ്ഞതുപോലെ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു. ഞാൻ എന്തെന്ന് അമ്മായിനോട് പറഞ്ഞത്, അമ്മായി റിബ് എനിക്ക് മുറിച്ച് വേണം, നമ്മുടെ കത്തിക്ക് അത്രയും മുറിച്ചില്ല, എല്ല് മുറിയില്ല, അത് കാരണം റിബ് എനിക്ക് മുറിച്ച് വേണം എന്ന് മാത്രമാണോ ഞാൻ പറഞ്ഞിരിക്കുന്നത്? അതെ. മാംസവും വേണം എന്നാണോ ഞാൻ അമ്മയോട് പറഞ്ഞത്? അതെ. അതുപോലെ ഒരു മാംസം വെച്ച് റിബ് മുറിച്ചു തന്നു. അല്ല എന്നാലും അതങ്ങനെയൊക്കെ പറഞ്ഞു. നിനക്കത് മുറിച്ചൂടെ? എനിക്കത് മുറിച്ചൂടെ? എന്തിനാ ഇനി ഞാൻ ഇതിനെ മുറിക്കണ? എന്തിനാ? അവര് നല്ല വൃത്തിക്ക് മുറിച്ചു തന്നിട്ടുണ്ട്, ഇനി ഞാൻ മുറിക്കണ എന്തിനാ? കുഞ്ഞു പീസാക്കി കൂടെ എന്നാണ് ചോദിച്ചേ. അതിനല്ലേ ഞാൻ പറഞ്ഞു എനിക്ക് വലിയ പീസ് വേണം. അതങ്ങ് പറഞ്ഞാ എടുത്തു വെച്ചിട്ട് ബാധിച്ചു കൊടുത്തെങ്കി ഇങ്ങനെ തൊടാളൂ, ഇങ്ങനെ തൊടുക. രണ്ടും കണക്കന്നെ. ഇനി നമുക്ക് മണിക്കൂറുകൾ റെസ്റ്റാണ്. മനസ്സിലായോ? ഓ. അപ്പൊ നമുക്ക് കുശലവും പറഞ്ഞ് എന്തെങ്കിലൊക്കെ അടിയും കൂടി വാ വാ വാ. അടി കൊടുക്കും. നിങ്ങൾ പോയി സ്നാക്സ് എടുത്ത് വെച്ചോ, അടുത്ത സ്നാക്സ് എടുത്ത് വെച്ചോ. ഓക്കെ. ഞാൻ അപ്പോഴേക്കും കൈയൊക്കെ കഴുകി ഇത് അടച്ചൊക്കെ വെച്ചിട്ട് വരാം. ഓക്കെ 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 ഓക്കെ. വിത്തൗട്ട് ലെമൺ ടീ കാര്യം. വിത്തൗട്ട് ലെമൺ ടീ, താങ്ക് യു. ചോക്ക് അക്കുത്തിക്കുത്താന വരുമ്പോ തക്കര തിന്നൊരു ദിവസമാണ്. എനിക്ക് നിന്റെ ഇഷ്ടപ്പെട്ട ഇല്ലേ? ചോക്ലേറ്റ് ഫീൽ ഉള്ളതുകൊണ്ടാ. പൊട്ടത്ത് എങ്ങനെ കഴിക്കും? ഇങ്ങനെ ആക്കണം. അങ്ങനെ ആക്കണോ? അപ്പഴത് ഇങ്ങനെ എടുക്കാൻ പറ്റും. എന്നിട്ട് കഴിക്കണം. അറിയാമോ എന്റെ അടുത്ത് ചോദിരി? ഞാനാ വിളിക്കണേ? വല്ല ജയിലിലും പോയി കിടന്നാ മതിയായിരുന്നു. എന്തിനി? അമ്മ അറിഞ്ഞില്ലേ, ജയിൽ പുള്ളി ഒരു മാസം ശമ്പളം എത്രയെന്നറിയോ? 18,900 രൂപ. അപ്പൊ നമ്മള് ഒരു കൊലപാതകോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തിട്ട് കുഞ്ഞു കാര്യം ചെയ്തു. കുഞ്ഞു കാര്യം ചെയ്താൽ നമുക്ക് 14 വർഷം തടവ് കിട്ടൂലല്ലോ. 14 വർഷം 14 വർഷം തടവുള്ളവർക്കാണല്ലേ? അല്ല, ജയിലിൽ കിടക്കുന്നവർക്ക്. അപ്പൊ നമ്മൾ കുറ്റം ചെയ്താൽ 14 വർഷം 14 വർഷം നിന്നാലേ കിട്ടത്തുള്ളൂ. അങ്ങനെയല്ല, ജയിലിൽ കിടക്കുന്നവർക്ക് ശമ്പളം ഇതാണ്. അപ്പൊ ഞാൻ പറയണത് 14 വർഷം തടവ് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ നമ്മൾ ചെയ്യാം. നമുക്ക് പോയി 14 വർഷം അവിടെ പോയിട്ട് റെസ്റ്റ് എടുക്കുക. അവിടെ പണികൾ ചെറുതൊക്കെ ഉള്ളൂ, ചെറിയ പണിയൊക്കെ ഉള്ളൂ, ചെറുതൊക്കെ ഉള്ളൂ. ആ പണിയെടുത്ത് നമ്മൾ ശമ്പളവും മേടിച്ച് അവിടെ തന്നെ 14 വർഷം കഴിഞ്ഞ് വരുമ്പോ ഏകദേശം, കറക്റ്റ് കണക്കൊന്നുമല്ല, ഏകദേശം ഒരു 32 ലക്ഷത്തോളം നമ്മുടെ കയ്യിൽ കിട്ടും. 32 ലക്ഷം 14 വർഷം കഴിഞ്ഞ് ചെല്ലുമ്പോ നമ്മളിവിടുന്ന് എത്ര ബാധ്യതയില്ല. ഫുഡ് മേടിക്കാൻ ഫുഡ് ഇട്ടാക്കണ്ട. നമ്മൾ സാധാരണ ജോലിക്ക് പോണ പോലെ അവിടെ ജോലി എടുത്താൽ മതി. നമുക്ക് ഇങ്ങനെ അങ്ങ് പോയാ പോരെ? നമുക്ക് നമ്മുടെ വെറൈറ്റി തിന്നും കുടിച്ചൊക്കെ ഇരിക്കാം അല്ല അമ്മായി? പിന്നെ അല്ല ഈ തേങ്ങാപ്പാലൊക്കെ നീ എപ്പോ ഉണ്ടാക്കി? തേങ്ങാപ്പാൽ ഇത് എന്നെ കൊണ്ട് കഷ്ടപ്പെട്ട് അരപ്പിച്ചതാണ്, കാഷ്നട്ട് കൊണ്ട്. തേങ്ങാപ്പാലല്ല അത്. ഒരുപാട് കഷ്ടപ്പെട്ടാ? കശുവണ്ടി പരിപ്പ്. ഉപ്പൊക്കെ ഉണ്ടാ മാളു? ഉണ്ട്. പിന്നെ വാരി ഇടണ? 2-3 അല്ല അമ്മായി, 2-3 ഇടയ്ക്ക് ഒരു കാന്താരി കടിക്കാൻ. കാന്താരിയുടെ വില എന്താണെന്ന് നിനക്കറിയാമോ? വിലയുടെ എരിവിന്റെ അല്ല, ഒഴി ഇച്ചിരി ഒഴി കുറച്ചുകൂടെ. ഞാൻ ഗ്ലാസ്സിൽ പോയി എടുക്കൂലായിരുന്നോ?
ഈ ശരിക്കും കത്തണ്ടേ? അല്ല, പരിപാടി കഴിഞ്ഞു. ഇനി നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് ടേബിൾ സെറ്റ് ചെയ്തോ. ഓക്കെ ഓക്കെ, അപ്പൊ ഞങ്ങള് പോട്ടെ. നമ്മുടെ സംഭവമൊക്കെ റെഡിയായി. ബാമായി പോവാ. ഇനി അവിടെ നിന്ന എവള് നമ്മളെ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സൂരജ്. അമ്മയ്ക്ക് ആളെ മനസ്സിലായ? ഓ, എനിക്ക് മനസ്സിലായി. വീഡിയോയിലൊക്കെ വീഡിയോയില് കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. വേറെ എന്തൊക്കെ അറിയാം? വേറെ എനിക്ക് അങ്ങനെ ഒന്നും അറിയില്ല. അറിയില്ല, വീഡിയോയിൽ കണ്ടിരിക്കണ മാത്രമേ. അതെ. നിനക്കമ്മാളു? അയ്യോ, ഞാൻ സ്ഥിരം പ്രേക്ഷകയാണ് ചേട്ടൻ. ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് പോയി കുറേ സ്പോട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മളെ പോലെ ചേളാം ഒന്നുമില്ല, എല്ലായിടത്തും പോയി നല്ല ഫുഡ് നന്നായിട്ട് ട്രൈ ചെയ്യും. എല്ലാ ഹോട്ടലിലും നല്ലോണം പോയി ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന ആളാ. അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ കാര്യങ്ങൾ പറയും. ജെന്യൂൻ ആയിട്ട് ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് അങ്ങ് പറയും. അപ്പൊ അങ്ങനെയുള്ള ആളും പോരാത്തതിന് ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. ചുമ്മാ പ്രാങ്ക് ചെയ്തിട്ടേ സഹായിക്കുള്ളൂ. മനസ്സിലായ അമ്മായിക്ക് എന്താ ഉദ്ദേശം? അതെനിക്കറിയാം. ആ, അതായത് ആദ്യം ഒന്ന് പറ്റിക്കും, പറ്റിച്ചതിന് ശേഷം മാത്രമേ. ഞാൻ ഇപ്പൊ അടുത്ത് കണ്ട ഒരു ഹോട്ടലില്, ഒരു ഹോട്ടലിലല്ല, അത് വീടാണെന്ന് തോന്നുന്നു. അവിടെ പോയിട്ട് അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഭക്ഷണം, എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല. അല്ലെ, നമുക്ക് തന്നാലേ നമ്മള് സഹായിക്കുള്ളൂ. കാരണം നമ്മൾ നല്ല മനസ്സാണെങ്കിൽ മാത്രമാണ്. ചിലപ്പം അവരത്രയും കഷ്ടപ്പെട്ട് നിൽക്കണായിരിക്കും. അപ്പൊ നമുക്ക് ഒരു 10 രൂപ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം ചോദിച്ചാൽ തന്നില്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, തരുമ്പോ നല്ല മനസ്സല്ലേ. അപ്പൊ നമുക്ക് പറ്റുന്ന ഒരു ചെറിയ ഹെൽപ്പ് അത്രേ ഉള്ളൂ. അങ്ങനെ കൂടുതലും ചെയ്യണത് നമ്മൾ കാണാറുണ്ടല്ലോ. ഇനി വരൂല, എന്നെ അറിയാമല്ലോ, അതുകൊണ്ട് വരൂല. വഴക്ക് പറയണ അമ്മ. ഇന്ന് കിട്ടിയതേ ഉള്ളൂ, എനിക്ക് നല്ല വഴക്ക് കിട്ടിയതേ ഉള്ളൂ. മോനെ, ഇടയ്ക്കൊക്കെ ഇരണ്ട് കൊടുത്തില്ലെങ്കിലേ ഇതുകള് രണ്ട് വഷളായി പോവും. ഒരു കൺട്രോളിൽ വെച്ചിട്ടുണ്ട്. എന്നെ ഒരു ഭയം വേണ്ടേ? ഭയം വേണം, ഇല്ലെങ്കിൽ ഞാൻ ഒടുക്ക എവരെ ഭയക്കേണ്ടി വരും. പേടിപ്പിച്ച് നിർത്തിക്കണല്ലേ. ഞാൻ പേടിപ്പിക്കുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാൻ ചേട്ടൻ മനസ്സിലായി, ഞാനിവിടെ ഏറ്റവും പാവം. പാവം ഞാനാ. അപ്പൊ എന്തായാലും ഇന്ന് സൂരജ് എന്റെ ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ജെന്യൂൻ റിവ്യൂ പറയണം. ഓക്കെ, എന്താണ് ഇന്നത്തെ ഫുഡ്? ഇന്നത്തെ ഫുഡ് സ്പെഷ്യൽ റിബ്. ബീഫിന്റെ റിബും ബ്രെഡും. അത് സാധാരണ നമ്മള് ഒരുപാട് മസാലകളും കാര്യങ്ങളൊക്കെ ഇടും. ഇന്ന് അധികം മസാലകളൊന്നും ഇല്ലാണ്ട് നല്ല റോ ടേസ്റ്റ്, നല്ല ക്രീമി ആയിട്ട് ഇരിപ്പുണ്ട്. തേങ്ങാപ്പാലും കാഷ്യൂ ഒക്കെ ചേർത്ത് വെച്ചാൽ. തേങ്ങാപ്പാലല്ല, കാഷ്യൂ അരച്ച് ചേർത്ത് നല്ല മണം അടിക്കുന്നുണ്ട്. കാന്താരി ഉണ്ട്, ശ്രദ്ധിക്കണം. കാന്താരി കൂട്ടിട്ടുണ്ടോ? ഞാൻ എരിവിന്റെ ആളായതുകൊണ്ട് നല്ലോണം എരിവിടും. ഓക്കെ, വലിയൊരു മുതുക്ക് പീസ് തന്നെ. അത് കാന്താരി സാധാരണ അല്ല, വലിയ പീസ്, മുതുക്ക് പീസ്. അല്ലെ, മുതുക്ക് പീസ് അതേ കൊള്ളാം. അതാ അടിപൊളി. അപ്പൊ അമ്മയ്ക്ക് ഒരു മുതുക്ക് പീസ് എടുത്ത് വെച്ചോളൂ. അപ്പൊ തുടങ്ങണം. ഓക്കെ, ഞാൻ സാധാരണ എങ്ങനെ കഴിക്കണം? എങ്ങനെയാണോ സൂരജ് എങ്ങനെയാണോ അതുപോലെ ഞങ്ങൾക്ക് മതി. സൂരജ് ഇഷ്ടം എങ്ങനെയാണ്? അതെ, എല്ലാം എടുത്ത് കഴിക്കണം, അല്ലെങ്കിൽ പിച്ചി കഴിക്കണം. അത് അതൊക്കെ സൂരജ് കയ്യിലൊക്കെ ആവും. അല്ല, മോന്റെ കയ്യിലല്ലേ ആവണം. എന്റെ കയ്യിൽ തന്നെ. മുഖത്തൊക്കെ അതൊന്നും ഒരു പ്രശ്നമില്ല. നമുക്കിവിടെ പൈപ്പൊക്കെ ഉണ്ട്. ഓക്കെ, സാധാരണ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യണേ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ ഞാൻ ഇത് മൊത്തത്തിൽ എടുത്ത് കടിച്ച കഴിക്കണം. അങ്ങനെ കഴിക്കട്ടെ? ശരി, ഇപ്പം അതല്ലേ നമുക്ക് സന്തോഷം. കാണാൻ പറ്റണതല്ലേ, കഴിച്ചോ? ശരി, അപ്പൊ നമുക്ക് എടുത്ത് കഴിക്കാം. ഓക്കെ ഓക്കെ. കൊള്ളാം, എരിവൊന്നും അങ്ങനെ അത്ര പ്രശ്നമില്ല. കൊള്ളാം, അടിപൊളി. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്താ, നല്ല കുക്കായിട്ടുണ്ട്. കൊള്ളാം, അടിപൊളി.
പക്ഷെ ഇതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നമ്മളെ ഹോട്ടലിൽ നിന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ കഴിച്ചിട്ടില്ല. ഒരു ഹോട്ടൽ വേണേൽ തുടങ്ങാം. ബ്രെഡിന്റെ കൂടെ നമുക്ക് കഴിച്ചോ. അല്ല നിങ്ങൾ കഴിക്കുന്നില്ല. നിങ്ങൾ എന്നെ പൊതിവിട്ടോണ്ടിരിക്കുകയാണ്. അമ്മയൊന്നും കഴിക്കണേ ഇല്ല. കഴിക്കട്ടെ. ഞങ്ങൾ വീഡിയോയില് മാത്രല്ലേ, അപ്പൊ നേരിട്ട് കാണാനൊരു. ഓക്കെ. ഞാനും സൂരജ് കഴിക്കുന്ന പോലെ ആട്ടാ കഴിക്കാറ്. അങ്ങനെയാണ്. നമ്മളാരും നോക്കണം കഴിച്ചാൽ. കയ്യിലും മുഖത്തും എല്ലാം ആവണം അല്ലേ? നാടൻ രീതിയിൽ തന്നെ കഴിക്കണം. കുറെ സമയം വേവിച്ചാണല്ലേ അല്ലേ? നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ട്. ബ്രെഡിന്റെ കൂടെ നല്ല ചോറ് കിട്ടിയിരുന്നെങ്കിൽ. ഇതിന്റെ കൂടെയോ? നല്ല കറിയായണ്ടേ, ചോറിന്റെ കൂടെ കൂട്ടി കുഴച്ച് കഴിക്കായിരുന്നു. വലിയൊരു വില്ലമ്മായി. ഞാൻ കാന്താരി ഇടുന്ന കണ്ടിട്ട് അമ്മയ്ക്ക് പേടിയായിരുന്നു. പക്ഷെ കാന്താരി ഇതിൽ നിറയെ ഉണ്ട്. അതെല്ലാം ഈ മസാല പിടിച്ചെല്ലാം സെറ്റായി ബീഫിലും കൂടെ പിടിച്ചോണ്ട് ഒരിക്കലും അത് അങ്ങനെ ഒരുപാട് കുത്തലായിട്ടില്ല. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. പോകുമ്പോ റെസിപ്പി നമുക്ക് പറഞ്ഞു തരണേ. ഉറപ്പായിട്ടും. പിന്നെ ഇത് തന്നെ പരിപാടിയല്ലേ, ഫുഡ് ഉണ്ടാക്കി കഴിക്കുക. ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക. എരിവ് കൂടിയതിന് അമ്മയുടെ വയറിന് ചീത്തയും കേൾക്കാം. അമ്മക്ക് എരിവ് പറ്റൂലേ? പറ്റില്ല. ബാക്കി ആർക്കും കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വഴക്ക് പറയും. കുറച്ചിടാന്ന് എരിവ് സമ്മതിക്കില്ല. സമ്മതിക്കില്ല, പറഞ്ഞാ കേൾക്കൂല. വഴക്ക് മാത്രം പറയാൻ അടി കൊടുക്കുവോ? അടി ഇതുവരെ അല്ല, അടിക്കുന്ന കണ്ടിട്ടില്ല. അതുകൊണ്ടാണ്. അടി ഇതുവരെ കൊടുത്തില്ല. ഇവള് ചിലപ്പോ എന്നെ അടിക്കുമ്പോ പിന്നെ അമ്മായി അങ്ങനെ പറയല്ലമ്മേ, ആൾക്കാർ എന്ത് വിചാരിക്കും. അടിച്ചില്ലേടി? അടിച്ചാ ചുമ്മാ ബാക്കിലിട്ട് ചുമ്മാ തട്ടറേനെ പറയണത്. നമുക്ക് കൊച്ചു പിള്ളേർ കൊട്ടേഷൻ കൊടുക്കാം. കൊച്ചു പിള്ളേരെ ഫാനാണ്. അതെ തന്നെ. നമുക്ക് കുറച്ച് നഴ്സറി പിള്ളേരുണ്ട്, കൊട്ടേഷൻ കൊടുക്കാം. ഒരു ദിവസം കൊണ്ടുവരണം മോനെ. കൊണ്ടുവരാം. 2 കൊടുക്കണം. ഡേ കെയർ പിള്ളേരാണ്. അത് തന്നെ. അതാവുമ്പോ പിള്ളേർക്ക് അറിയില്ലല്ലോ. അവര് കളിച്ച് അടിക്കും. എന്നെ അടിക്കും പോലെ. എന്നുവെച്ചാ എനിക്കത് കൊള്ളുകയും വേണം. എവിടെ കളിച്ചതായിട്ടുള്ള ഒരു അഭിനയം. ഇവള് എന്നെ അടിക്കണത്. കേക്കട്ടെ. എല്ലാം വെളിയിൽ വരാണ്. അതെ, ഞാൻ ഇതുവരെ അടക്കി വെച്ചിരുന്നു. ഇപ്പൊ എനിക്ക് മോനെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ എന്റെ എല്ലാ വിഷമവും എനിക്ക് പറയണ്ടേ? ഇവര് രണ്ടുപേരും എന്റെ അടുത്ത് കാണിക്കണ കാര്യങ്ങളൊക്കെ പറയണ്ടേ? അമ്മായി ഞാൻ എന്ത് കാണിച്ചമ്മായി? ഞാൻ പാവമില്ല. ആരാണ് ഏറ്റവും വില്ലത്തി? വില്ലത്തി എന്ന് പറഞ്ഞ വില്ലത്തി എന്നാണ് പറഞ്ഞ, പാവം ഞാനാണ്. അല്ല, വില്ലത്തി എന്ന് പറയുമ്പോ എവള് തന്നെയാണ്. എന്റെ തീന്നു അടുത്തിടാം. ഇടണം, കഴിക്കണം. ഓക്കെ. ഓ, എന്തായാലും ഇഷ്ടമായെന്ന് പറഞ്ഞപ്പോ എനിക്ക് സമാധാനായേ. അത് ചേച്ചി ഉണ്ടാക്കുന്ന ആ ഒരു ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന വിചാരിച്ചില്ല. ഒരുപാട് സന്തോഷം. അത് ബീഫ് തന്നെ. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നാടൻ മീൻകറി, അങ്ങനത്തെ കപ്പ മീൻകറി അങ്ങനത്തെയൊക്കെയാണ്. അതൊക്കെയാണ് ഇഷ്ടം. അത് ഒരു പ്രാവശ്യം കൂടെ അല്ലേ? അതെ, ഇനി വരുമ്പോ നാടൻ വിഭവം. ഞങ്ങൾക്ക് ഇതിന് മുന്നേ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് വന്നപ്പോ ഞാൻ പാൽക്കപ്പയും പാൽക്കപ്പ എനിക്ക് ഇഷ്ടമാണ്. ബീഫ് വിന്താലും ആയിരുന്നു. ആണല്ലേ? ബീഫ് സൂപ്പറായിരുന്നു. അടിപൊളിയാ.
അത് വെച്ച് ഇച്ചിരി ഞണ്ട് ബിരിയാണി ഞണ്ട് ബിരിയാണി മസ്റ്റ് ട്രൈ. ആ രണ്ടെനിക്ക് ഇഷ്ടമല്ല. ആണോ ഭാഗ്യം മേടിക്കാത്തത്? ആ നിന്റെ അതെന്ത് ഇഷ്ടമല്ലാതെ കഷ്ടപ്പെട്ട് കഴിക്കാൻ വയ്യാത്തോണ്ടായിരിക്കും. അതിന് റിസ്ക് ഭയങ്കര കടിച്ച് പൊട്ടിച്ച കഷ്ടപ്പെട്ട് കഴിക്കാൻ വയ്യാത്ത. അതുകൊണ്ടാണ്. നമ്മളെ ഇടിയെല്ലൊക്കെ വെച്ച് ഇടിച്ചു തിന്നിട്ടുണ്ട്. തന്നെയാ പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആണ് ഞണ്ട് ബിരിയാണി. മസ്റ്റ് ട്രൈ കഴിച്ചോണം. റിസ്ക് എടുക്കാൻ വയ്യാതെ. കൂടുതലും ഞാൻ കഴിക്കുന്ന ചിക്കനൊക്കെയാണ്. ചിക്കൻ അപ്പം പിന്നെ റിസ്ക് കുറവാണല്ലോ. പറക്കി പറക്കി തിന്നാം. കഴിക്കാം. എനിക്ക് മോനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടാ. ഇഷ്ടപ്പെട്ടാ? അതുകൊണ്ടാണല്ലോ എന്റെ കുറ്റവാളി എന്ന് പറഞ്ഞു കൊടുത്തത്. ആ പിന്നെ അല്ലാതെ. എന്റെ കൂടെ പറഞ്ഞ ഓ ഞാൻ വരണം പോട്ടാ. ഇങ്ങോട്ട് തന്നെ വന്നം. 6 മണിക്ക് തന്നെ വീട്ടിൽ കയറണല്ലേ എവിടെ പോയാലും. 7 മണി കഴിയാൻ ഞാൻ സമ്മതിക്കൂല. 6 മണി ബോർഡർ ലൈനാണ്. കണ്ടാ സ്നേഹം കണ്ടാ. അപ്പൊ അടിയും സ്നേഹമൊക്കെ ഉണ്ട് മോനെ. സ്നേഹമുണ്ട്. എനിക്ക് സ്നേഹമുണ്ട്. പക്ഷെ ഇടയ്ക്ക് രണ്ടൊക്കെ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല. അതല്ലേ വയസ്സായല്ലേ അങ്ങനെയൊക്കെ ആയിപ്പോയി. ഓ ചുമ്മാണ്, വയസ്സൊന്നും ആയിട്ടില്ല. അതെ നമ്മളെയും കാട്ടി യങ്ങാണ്. എങ്ങനെയാണ് പിന്നെ ചാടി ഓടി നടക്കണ കാണാം. കഴിക്കാം കഴിക്കാം. നിങ്ങൾ കഴിച്ചിട്ട് ഞാനും കഴിക്കാം. നീ കഴിച്ചില്ലല്ലോ. ഞാൻ കുറച്ചേ അല്ല, കഴിക്കുള്ളൂ മോൻ ചേട്ടാ. കഴിക്കും. ഞാൻ നല്ല ടൈം എടുക്കും. കഴിക്കാം. കഴിക്കട്ടാ. വെച്ചോ. അത് ഇങ്ങോട്ട് പോരല്ലേ. എക്സ്പോർട്ട്. അപ്പൊ രണ്ടാമത്തെ പീസ് ഞാൻ എടുത്തിക്കാം. കഴിക്കണം കഴിക്കാം കഴിക്കാം. അതാണ് നമ്മുടെ സന്തോഷം. ഓക്കെ മതി.